MP ശ്രേംസ് കുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ശ്രേംസ് കുമാർ, ഒരു യുഗം അവസാനിക്കുന്നു എന്ന് നമുക്ക് ഒരു വേഗത്തിൽ പറയാൻ കഴിയും. പക്ഷേ അതിൽ ഒതുക്കാൻ കഴിയാത്ത ഒരു വിവരണം MTക്ക് പിറകിലുണ്ട്. അനുകരിക്കാനാകാത്ത, എത്തിപ്പിടിക്കാനാവാത്ത, സാഹിത്യത്തിൻ്റെ എല്ലാ തലങ്ങളും കീഴടക്കിയ, അതിൻ്റെ ഉത്തുംഗതയിൽ വിരാജിച്ച ഇതിഹാസകാരനായ കഥാകാരൻ കഥാവശേഷനാകുമ്പോൾ അങ്ങ് എങ്ങനെയാണ് MT ഓർക്കുന്നത്? ആ ഓർമ്മകളെ എങ്ങനെയാണ് ഇനി നമ്മൾ താലോലിക്കേണ്ടത്? ഒരു ഇതിഹാസമാണ് ഇവിടെ പറഞ്ഞു പോയത്. ഞാൻ ഹോസ്പിറ്റലുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞങ്ങളുടെ കുടുംബാംഗമാണ്. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ നോവലുകൾ വായിച്ച് ഒരു ആകർഷക വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ പുസ്തകം വായിക്കുമ്പം ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. അദ്ദേഹം എല്ലാ മേഖലകളിലും അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം ധാരാളം പേരെ വളർത്തി എന്നുള്ളതാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന പല യുവ എഴുത്തുകാരും ആ കാലഘട്ടത്തിലെ എഴുത്തുകാരെല്ലാം തന്നെ അദ്ദേഹം വളർത്തി മലയാളത്തിന് സമ്മാനിച്ചു. കേരളത്തെ സംബന്ധിച്ചോളം, ഇന്ത്യൻ സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നികത്താൻ പറ്റാത്ത വിളവാണ് MTയുടെ ഈ വിടവാങ്ങൽ എന്ന് പറയുന്നത്. അതിൽ ഞങ്ങളുടെ എല്ലാ ദുഃഖവും ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഏകദേശം എത്ര മണിയോട് ആ സമയം ഉണ്ടായിരുന്നു? ഏകദേശം എത്ര മണിയോട് കൂടിയാണ് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലൊക്കെ കുറെ കൂടി പോസിറ്റീവായ വാർത്തകൾ അവിടെ നിന്ന് വന്നതാണ്. ഒരുപക്ഷെ അദ്ദേഹം ഒരു തിരിച്ചുവരവിന്റെ ലക്ഷണമൊക്കെ കാണിച്ചതുമാണ്. പിന്നീട് എന്താണ് ഇപ്പോൾ ഇന്ന് ഈ രാവിലെ സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ മരണങ്ങൾ അറിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്, ഹോസ്പിറ്റലിൽ എത്തിയത്. ഇപ്പം പറഞ്ഞ പോലെ 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അന്ന് വന്ന് കണ്ടതിനേക്കാളും കുറെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ പ്രായാധിക്യം, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറും എല്ലാമാണ് അദ്ദേഹത്തിന് മരണത്തിലേക്ക് എത്തിച്ചത്. ഇപ്പം അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ മുകളിൽ പോവുകയാണ്. നന്ദി. ശ്രീ MP ശ്രേംസ് കുമാർ പ്രതികരിച്ചതിന്. MT വിടവാങ്ങിയിരിക്കുന്നു.